ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉം. അത് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് വാട്ട് റീസൺ ഫോർ ദ മിസ്ഡയഗ്നോസിസ് ഓഫ് CO പോയിസണിങ് ഇസ് ഹൈലൈറ്റഡ് അല്ലേ? ഉം. യെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ തന്നെ എഴുതിയ എ ആണ് സർ. ദ ലിമിറ്റഡ് എക്സ്പീരിയൻസ് ഫിസീഷ്യൻസ് ഹാവ് ഓഫ് ഇറ്റ്. സി പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എന്നറിയോ, ഇങ്ങനെ ഇപ്പോൾ ഈ ഓപ്ഷനിൽ തന്നെ ഉം. പറയുന്നത് ഫിസീഷ്യൻസിനെല്ലാം ലിമിറ്റഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന്, ആണെന്ന്. ഓക്കെ. അപ്പം നമുക്ക് ശരിക്കും ഈ ഫിസീഷ്യൻസിനെ എല്ലാം കൂടെ ഇങ്ങനെ പറയാൻ പറ്റുമോ എല്ലാവർക്കും എക്സ്പീരിയൻസ് കുറവാന്ന്? ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു കംപ്ലീറ്റ് അബ്സല്യൂട്ട് ആൻസർ, അതായത് എല്ലാ ഫിസീഷ്യൻസിനും എക്സ്പീരിയൻസ് കുറവാന്ന് തന്നെ അവിടെ എഴുതിയേക്കുന്നത്. അപ്പം ഒരു കണ്ടീഷൻ ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ? ഏത് ഫിസീഷ്യനോ ഉം. അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫിസീഷ്യൻസിനാണെന്നോ ഒന്നും പറയുന്നില്ല. ഇവിടെയുള്ള എല്ലാ ഉം. ഫിസീഷ്യൻസിനും ഇതിന് ഈ പറഞ്ഞ CO പോയിസണിന് എക്സ്പീരിയൻസ് കുറവാന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ലൈക്ലി നോട്ട് ആൻ ആൻസർ. ഓക്കെ. അങ്ങനത്തെ ഇത് ആൻസറായിട്ട് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് തെറ്റാ ശരിക്കും. എ അല്ല. ഇവിടെ എന്നാ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടോ, വാട്ട് റീസൺ ഫോർ ദ മിസ്ഡയഗ്നോസിസ് ഓഫ് പോയിസണിങ്. അപ്പം CO പോയിസണിങ്ങിൻ്റെ മിസ്ഡയഗ്നോസിസ്, അതായത് അബദ്ധത്തിൽ പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ റീസൺ എന്താണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഹൈലൈറ്റ്. ഓക്കെ. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഓപ്ഷൻസ് വായിക്കേണ്ട, നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഇസ് ദ സിംഗിൾ മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് പോയിസണിങ് ഇഞ്ചറി ട്രീറ്റഡ് ഇൻ US ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഈ CO പോയിസണിങ് എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് ഒരു പോയിസണിങ് ഇഞ്ചറി ആണെന്ന് ആശുപത്രിയിലൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വളരെ കോമൺ ആയിട്ട്. ഓക്കെ. വൈൽ ഇറ്റ്സ് പ്രസൻറ്റേഷൻ ഇസ് നോട്ട് അൺകോമൺ. അതായത് അതിൻ്റെ ഇത് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഉണ്ട്. നോട്ട് അൺകോമൺ എന്ന് പറഞ്ഞാൽ കോമൺ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? വൈൽ ഇറ്റ്സ് പ്രസൻറ്റേഷൻ ഇസ് കോമൺ ദ ഡൈവേഴ്സ് സിംറ്റംസ് ദാറ്റ് മാനിഫെസ്റ്റ്, കോമ കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത്, ദ ഡൈവേഴ്സ് സിംറ്റംസ് ദാറ്റ് മാനിഫെസ്റ്റ് ദംസെൽവ്സ് ഡു നോട്ട് ലീഡ് മോസ്റ്റ് ക്ലിനീഷ്യൻസ് ടു കൺസിഡർ കാർബോക്സി ഹീമോഗ്ലോബീമിയ വെൻ അറ്റംപ്റ്റിംഗ് എ ഡയഗ്നോസിസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നാ പറയുന്നത്, അതായത് ഇതിൻ്റെ പ്രസൻറ്റേഷൻ കോമൺ ആണെങ്കിൽ പോലും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഡൈവേഴ്സ് സിംറ്റംസ്, ഡൈവേഴ്സ് എന്ന വാക്കാണ് സിംറ്റംസിനെ വിശേഷിപ്പിച്ചേക്കുന്നത്. അപ്പം ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യം, ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ? അപ്പോൾ ഡൈവേഴ്സ് സിംറ്റംസ് ദാറ്റ് മാനിഫെസ്റ്റ് ദംസെൽസ്, അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സിംറ്റംസ് അപ്പിയർ എന്ന് പറയുന്നതിന് വേറൊരു വാക്കാണ് മാനിഫെസ്റ്റിംഗ് എന്ന്, അത്രേ ഉള്ളൂ. അപ്പം അവർ പറയുന്നത് ഈ സിംറ്റംസ് ദാറ്റ് കംസ് ഡു നോട്ട് ലീഡ് മോസ്റ്റ് ക്ലിനീഷ്യൻസ് ടു കൺസിഡർ വെൻ അറ്റംപ്റ്റിംഗ് എ ഡയഗ്നോസിസ്. അപ്പം ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പം ഇവരെന്തിനാണ് ഇത് കൺസിഡർ ചെയ്യാത്തത്? കാരണം ഡൈവേഴ്സ് സിംറ്റംസ് ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട്. ഡൈവേഴ്സ് എന്നുള്ള വാക്ക് മനസ്സിൽ വെച്ചോണം. ഓക്കെ. എന്നിട്ട് പിന്നെ എഴുതിയേക്കുന്നതാണ് ദ സിംറ്റം ക്യാൻ ബി മിസ്റ്റേക്കൺ ഫോർ ദോസ് ഓഫ് മെനി അതർ ഇൽനെസ് ഇൻക്ലൂഡിങ് ഫുഡ് പോയ്സണിങ്, ഇൻഫ്ലുവൻസ, മൈഗ്രെയിൻ, ഹെഡേക്ക് ഓർ സബ്സ്റ്റൻസ് അബ്യൂസ്. അപ്പോൾ ഇങ്ങനത്തെ വേറെ ഇൽനെസ്, അതർ ഇൽനെസ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ അതർ ഇൽനെസ് പോലെ ഇതിന് മിസ്റ്റേക്ക് ചെയ്യാവുന്ന ഇതായിരിക്കും എന്നൊക്കെ അതിൻ്റെ സിംറ്റംസ്. അപ്പോൾ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പം ഫുഡ് പോയ്സണിങ് പോലൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലൊക്കെ ഇരിക്കും എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇവരെന്നാ പറയുന്നത്, അത് വൈഡ് വെറൈറ്റി ഓഫ് സിംറ്റംസ് എന്നല്ല. അപ്പോൾ ഇതുണ്ടോ, ബി ഓപ്ഷൻ കണ്ടോ, വൈഡ് വെറൈറ്റി ഓഫ് സിംറ്റംസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ബി ഓപ്ഷൻ നമ്പർ ബി. എന്നാ ഓപ്ഷൻ നമ്പർ ബി? അല്ലാതെ എവിടെ ആൻസർ ആയിട്ട് പറയുന്നത്? അതാണ് അതുണ്ടോ പറഞ്ഞ ഡൈവേഴ്സ് സിംറ്റംസ് ദാറ്റ് മാനിഫെസ്റ്റ് ദംസെൽസ് എന്ന് പറയുന്നതല്ലേ അതിൻ്റെ അർത്ഥം. അതായത് പലതരം സിംറ്റംസ് വരുന്നുണ്ടെന്ന്, അതിനെ ഡൈവേഴ്സിനെയാണ് ഇവിടെ വൈഡ് വെറൈറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഡൈവേഴ്സ് സെയിം മീനിങ്ങാണ്. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ പലതരം, വൈഡ് വെറൈറ്റി എന്ന് പറഞ്ഞാലും പലതരം അല്ലേ? പിന്നെ സി ഓപ്ഷൻ റിലേറ്റീവ് ഇൻഫ്രീക്വൻസി വിത്ത് വിച്ച് ഇറ്റ് ഈസ് പ്രസൻറ്റഡ്. അപ്പം അതായത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന, ഫ്രീക്വൻ്റ് ആയിട്ടല്ല, ഇൻഫ്രീക്വൻസിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ഇത് വരുന്നത് ഇടയ്ക്കിടയ്ക്കാണെന്ന്. അത് കാരണമല്ല എന്നല്ലേ, അത് കാരണമാണെന്ന്. അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ സിംറ്റംസിനെ കുറിച്ചോ. അതൊക്കെയാണ് മിസ്റ്റേക്ക്. ദ വേ ഇറ്റ് ഈസ് കൺസീൽഡ് ബൈ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്. ഈ കൺസീൽഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ
കൺസീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർഡ് അല്ലെങ്കിൽ മൂടി വെച്ചേക്കുന്ന അതിനെയാണ്. അപ്പം ദ വേ ഇറ്റ് ഈസ് കൺസീൽഡ് ബൈ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന കണ്ടീഷൻ കാരണം ഈ പറഞ്ഞ CO പോയിസണിങ് മറഞ്ഞു പോകുന്നു. അങ്ങനെ ഒന്നും ഒരു കൺസീൽഡ് ഹിഡൻ അല്ലേ. അപ്പം ഇതിന് എന്നാ വേറെ ഇപ്പോൾ CO പോയിസണിങ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഈ പേഷ്യൻറ്റിന് CO പോയിസണിങ്ങിന് മുമ്പ് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോയെന്ന്, അതിനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ആ സമയത്തുള്ളത്. അപ്പം അങ്ങനെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇവിടെ സിംറ്റംസിനെ വേണമെങ്കിൽ വേറെ രോഗത്തിനെ സിംറ്റം പോലെ മിസ്റ്റേക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ കുറേ ഫുഡ് പോയിസണിങ് ഇൻഫ്ലുവൻസ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷേ ഈ പേഷ്യൻറ്റിൻ്റെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ആണെന്നൊന്നും അല്ല പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നായിരുന്നു? സെക്കൻഡ് പാരഗ്രാഫ് റൈറ്റർ സ്ട്രെസ്സസ് ദ ഡേഞ്ചർ ഓഫ് ഡിലേ ഇൻ ഡയഗ്നോസിസ് ലീഡിങ് ടു. അതായത് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ റൈറ്റർ ഈ എന്തോ ഒരു ഡേഞ്ചറിനെ കുറിച്ച് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡയഗ്നോസിസ് കണ്ടുപിടിക്കാൻ താമസിക്കുമ്പോൾ അതുകൊണ്ട് എന്തോ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന്. എന്നാ ആൻസർ എഴുതിയ? ഡി, ദ എവിഡൻസ് ഓഫ് പോയിസണിങ് ഡിസപ്പിയറിങ് അല്ലേ. ശരിയാ, 100% കറക്റ്റ് ആൻസറാണ്. എന്തുകൊണ്ടാണ് ചെയ്തിട്ടുണ്ട് ഇവിടെ? വാട്ട്സ് മോർ, ഇൻ ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് ദ കോസ്റ്റീവ് ഏജന്റ് ഫോർ ദ സിംറ്റംസ്, many unnecessary and sometimes resource intensive diagnostics may be ordered to no avail. അപ്പം ചിലപ്പോൾ ഈ കോസ്റ്റീവ് ഏജൻറ്റ്സ് സിംറ്റംസ് ഒക്കെ പഠിക്കാൻ വേണ്ടി പല അൺനെസസറി ആയവും റിസോഴ്സ് ഇൻറ്റൻസീവ്, അതായത് ഒത്തിരി കാശ് ചിലവുള്ള ടൈപ്പ് ഓഫ് ഡയഗ്നോസിസ് ഒക്കെ ഓർഡർ ചെയ്യുമെന്ന്. എന്നിട്ട് ഒരു ടു നോ അവെയിൽ, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാതെ. ഓക്കെ, എന്നിട്ട് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുക. ഫോർ എക്സാമ്പിൾ, ബിക്കോസ് ദ സിംറ്റംസ് ഓഫ് CO പോയിസണിങ് may mimic an intracranial bleed, the time needed to obtain a negative result may hold up proper diagnosis as well as needlessly increasing healthcare cost. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ, ഇപ്പം CO ഈ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങിൻ്റെ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ അത് ചിലപ്പോൾ ഇൻട്രാക്രേനിയൽ ബ്ലീഡിങ്ങിൻ്റെ സിംറ്റംസ് പോലൊക്കെ ഇരിക്കുമെന്ന്. മിമിക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മിമിക്രി, അതായത് അവനെ അനുകരിക്കുന്നു എന്ന്. ഓക്കെ, ദ ടൈം നീഡഡ് ടു ഒബ്റ്റെയിൻ എ നെഗറ്റീവ് റിസൾട്ട്സ് മേ ഹോൾഡ് എ പ്രോപ്പർ ഡയഗ്നോസിസ്. അപ്പോൾ ഇതിന് ഇൻട്രാക്രേനിയൽ ബ്ലീഡിൻ്റെ ഒരു നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നിടം വരെ അതൊരു പ്രോപ്പർ ഡയഗ്നോസിസ് അതിന് കിട്ടാതെ പോകുന്നത്. ആസ് വെൽ ആസ് നീഡ്ലെസ്ലി ഇൻക്രീസിങ് ഹെൽത്ത് കെയർ കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനുള്ള കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു ആവശ്യമില്ലാതെ, നീഡ്ലെസ്ലി. ഓഫ് ഈവൻ ഗ്രേറ്റർ കൺസേൺ, അതിനേക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള വിഷയം എന്നാന്ന്? ഓഫ് ഈവൻ ഗ്രേറ്റർ കൺസേൺ however is that, അപ്പോൾ അത് എന്നാന്നാണ് പറയുന്നത്? ഡ്യൂറിങ് സച്ച് ഡിലേ. അതെ, കാരണം ഈവൻ ഗ്രേറ്റർ കൺസേൺ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോണം. കാരണം എന്നാ, അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ജനറലി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പം അതൊന്ന് ഇഫ് യു കീപ്പ് ഇൻ യുവർ മൈൻഡ് യു വിൽ ബി ഗുഡ്. ഓക്കെ, എന്നിട്ട് ഇവിടെ തന്നെ പറയുന്നത്, ഡ്യൂറിങ് സച്ച് ഡിലേസ് patients may find that their symptoms abate. അതായത് ഇത് അബേറ്റ് എന്ന് പറഞ്ഞാൽ കുറയുന്നു, അല്ലെങ്കിൽ മിസ്സാവുന്നു, അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആവുന്നു. ഒന്ന് അടിച്ചു നോക്കിയേ ഗൂഗിളിൽ. ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ വേർഡ് കിട്ടുവാണെങ്കിൽ അന്നേരം അത് ഗൂഗിളിൽ അടിച്ചൊന്ന് കൺഫേം ചെയ്തേക്കണം എന്നാന്ന്. less intense or widespread. become less intense or widespread. അതായത് അതിൻ്റെ ആക്കം കുറയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ what during such delays patients may find their symptoms abate and their health improves as the hidden culprit, ഒളിഞ്ഞിരിക്കുന്ന കുറ്റവാളി, hidden culprit CO is flushed from the blood during normal ventilation patterns. അതായത് ശ്വാസം എടുക്കുമ്പോഴും ഇങ്ങനെ നോർമൽ വെന്റിലേഷൻ പാറ്റേൺസിലൊക്കെ ഈ ബ്ലഡിൽ നിന്ന് CO പതിയെ ഫ്ലഷ് ആവും, അതായത് കുറയും. എന്നിട്ട് അത് കാരണം ഇവന്മാരുടെ സിംറ്റംസ് ഒക്കെ കുറയുന്ന പോലെ ഇരിക്കും. അപ്പം എന്നിട്ട് അതാണ് ഏറ്റവും കൺസേൺ ആയ
ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതാണ് എവിഡൻസ് ഓഫ് പോയിസണിങ് ഡിസപ്പിയറിംഗ് എന്ന് പറയുന്ന ഡി. അതായത് ഇങ്ങനെ ഡിലേയിൽ എന്നാ പറ്റും, എവിഡൻസ് ഓഫ് പോയിസണിങ്, അത് CO ആണ് എവിഡൻസ് ഓഫ് പോയിസണിങ് എന്ന് പറയുന്നത്. ആ സാധനം പോയി കിട്ടുമെന്ന്, പോകുന്നു, ഡിസപ്പിയർ ആകുമെന്ന്. ഓക്കെ, നെക്സ്റ്റ് നോക്കാവേ. The next question. The 67-year-old man's CO poisoning was only successfully diagnosed as a result of. ടൈമർ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഡി ആണോ ആൻസർ? ഡി. ഹിസ് സജസ്റ്റിംഗ് ദ പ്രോബബിൾ. ഈ ക്വസ്റ്റ്യൻ എന്നാ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 67 വയസ്സുള്ള വ്യക്തിയുടെ CO പോയിസണിങ് വാസ് ഓൺലി സക്സസ്ഫുള്ളി ഡയഗ്നോസ്ഡ് ആസ് റിസൾട്ട് ഓഫ്. അപ്പോൾ എന്തോ ചെയ്തപ്പോഴാണ് ഇവർക്ക് സക്സസ്ഫുൾ ഡയഗ്നോസിസ് തരാൻ പറ്റിയെന്ന്. ഓക്കെ, അപ്പം അതെന്നാ പറ്റിയെന്ന് നോക്കാം. ഓക്കെ, ഇൻഡീഡ് മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് ഹാവ് ഷോൺ പേഷ്യൻസ് ബീയിങ് ഡിസ്ചാർജ് ആൻഡ് റിട്ടേൺ ടു എ വെരി സി ആണോ? സി. ആ, എന്തുകൊണ്ടാ ഇപ്പം ശരിയായി, എന്തുകൊണ്ടാന്ന് പറയാമോ? ഇവിടെ ABG അനാലിസിസ് ചെയ്തല്ലോ അവിടെ. അതായത് ഈ അണ്ടർഗോയിങ് ടെസ്റ്റ് ആസ് എൻ ഇൻപേഷ്യൻ്റ്. കാരണം ഇവൻ ഇവിടെ പറയാം, ദിസ് ടൈം ഹി വാസ് അഡ്മിറ്റഡ് ടു ദ കൊറോണറി കെയർ യൂണിറ്റ് വിത്ത് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. Among the results of a routine arterial blood gas analysis there, it was found that his carboxyhemoglobin levels were 15%. A COHB level then obtained on his wife was 18%. A rusted furnace was found to be the source. അപ്പം അണ്ടർഗോയിങ് ടെസ്റ്റ് ആസ് എൻ ഇൻപേഷ്യൻ്റ്, അപ്പോഴല്ലേ ഇവന് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ചെയ്യാം. In the fourth paragraph, confusion is given as a symptom of.
ഉം. എന്ത് തോന്നുന്നു? എ ആണോ ആൻസർ? ഷോർട്ട് ടേം എക്സ്പോഷർ ടു ഹൈ ലെവൽ അല്ലേ? ഓക്കെ, അപ്പം ഇവിടെ എന്നാ ചോദിച്ചേക്കുന്നത്? ആൻസർ ശരിയാ. ഓക്കെ, അപ്പം ഞാൻ പറയട്ടെ സാർ എവിടെ നിന്ന് പറയുന്നത്. ആ പറഞ്ഞേ. There are two main ആദ്യമേ types of ക്വസ്റ്റ്യൻ carbon എന്നാന്ന് dioxide പറയോ? poisoning. ആദ്യമേ ട്രൈ ടു എക്സ്പ്ലെയിൻ വാട്ട് ദ ക്വസ്റ്റ്യൻ ഇസ്. Confusion is given as a symptom of എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ എന്തിൻ്റെ ഒരു സിംറ്റം ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തിൻ്റെ സിംറ്റം ആയിട്ട്? ഓക്കെ. There are two main types of carbon dioxide poisoning. Acute, which is caused by brief exposure to a high level of carbon monoxide, and a chronic or subacute, which results from long exposure to a low level of carbon dioxide. ഇത് രണ്ട് ടൈപ്പ് പറഞ്ഞു. ഒരെണ്ണത്തിൻ്റെ അകത്ത് ബ്രീഫ് എക്സ്പോഷർ ഹൈ ലെവലും, Brief മറ്റേത് exposure, high level. ലോങ് എക്സ്പോഷർ ലോ അതായത് ലെവലും, രണ്ടും അല്ലേ? low level. Patient with acute carbon dioxide poisoning more likely to present with more serious symptoms. such അതിലാണ് as ഈ കൺഫ്യൂഷൻ സിൻകോപ്പ് such as cardiopulmonary problems, പൾമണറി പ്രോബ്ലംസ്, കൺഫ്യൂഷൻ confusion. സിൻകോപ്പ. അപ്പോൾ അവർ പറയുന്ന ഈ കൺഫ്യൂഷൻ പേഷ്യൻസ് വിത്ത് അക്യൂട്ട് CO പോയിസണിങ്, അപ്പം ഷോർട്ട് ടേം ഹൈ ലെവൽസ്, അതിനെ അക്യൂട്ട് എന്ന് ഹൈ പറയുന്നത്. ലെവൽ. അപ്പോൾ അക്യൂട്ട് പോയിസണിങ് ആർ മോർ ലൈക്ലി ടു പ്രസൻറ്റ് വിത്ത് മോർ സീരിയസ് സിംറ്റംസ് സച്ച് ആസ്, ഈ കൺഫ്യൂഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ദാറ്റ് ഈസ് വൈ എ ഇസ്. ഇപ്പം ബി എന്നാ പറയുന്നത്? റിപ്പീറ്റഡ് എക്സ്പോഷർ ടു വേരിയിങ് ലെവൽസ് ഓഫ് CO എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റഡ് എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എക്സ്പോസ് ആവുക. ടു വേരിയിങ് ലെവൽസ് ഓഫ് CO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO2വും വേരി ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ലെവലും മാറിക്കൊണ്ടിരിക്കുക. അപ്പം വീണ്ടും എക്സ്പോസ് ആവുന്നു മാറിക്കൊണ്ടിരിക്കുന്ന CO ലെവലുമായിട്ട്. അപ്പോൾ അത് ടോട്ടലി റിലവൻ്റാണ്. റിലേറ്റീവ്ലി ലോ ഓവറോൾ ലെവൽ ഓഫ് എക്സ്പോഷർ ടു CO2. അപ്പം ഇതിൻ്റെ ഓവറോൾ എക്സ്പോഷർ കുറവുള്ളവർക്ക്, അതായത് കാർബൺ മോണോക്സൈഡ് കുറവ് കിട്ടിയവർക്ക്, അതല്ല അവർ പറയുന്നത്. സസ്റ്റെയിൻഡ് എക്സ്പോഷർ ടു CO ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരിയഡ്, കുറേ നാളത്തേക്കിന് CO, പക്ഷേ എത്ര ഹൈ ലെവലാണോ ലോ ലെവലാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എക്സ്പോഷർ ടു CO എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? അപ്പം അത് കാരണമാണ്. സോ എ ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അടുത്ത ചെയ്യാം. ഇതിന്റെ മീനിങ് എന്താ സാർ? ക്വസ്റ്റ്യന്റെ മീനിങ് എന്താ? അതായത് ഇവർ ചോദിക്കുന്നത് COHB ലെവലിനെ കുറിച്ച്, അബൌട്ട് COHB ലെവൽസ്. ഓക്കെ, ഇവിടെ COHB ലെവലിനെ കുറിച്ച് എന്ത് പോയിൻ്റാണ് ഇവിടെ പാരഗ്രാഫിൽ കൊടുത്തത്? അതായത് COHB ലെവലിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന്, ഇതിലേതോ ഒരു കാര്യം അവർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആദ്യമേ ആ COHB ലെവലിനെ കുറിച്ച് എന്താണ് ഇവർ പറയുന്നതെന്നൊരു ജനറൽ ഐഡിയ ഒന്ന് വായിച്ചെടുക്കാമെന്ന് നോക്കി. ടൈമർ ഞാൻ വീണ്ടും ഇടാവേ, നോക്കിക്കോണേ.
What do you think? A ആണോ സർ ആൻസർ? അതായത് എ പറയുന്നത് ദേ ഫെയിൽ ടു ഡിറ്റക്ട് CO പോയ്സണിങ് ഇൻ ഹാബിച്വൽ സ്മോക്കേഴ്സ്. അതായത് ഹാബിറ്റായിട്ട് സ്മോക്ക് ചെയ്യുന്നവന്മാരിൽ CO പോയ്സണിങ് ഡിറ്റക്ട് ചെയ്യാൻ അത് ഫെയിൽ ചെയ്യുന്നു, അതായത് ചെയ്യത്തില്ല. അതല്ലല്ലോ ഒരു COHPനെ കുറിച്ച് അവർ പറയുന്നത് തന്നെ പേഷ്യൻസ് ദാറ്റ് പ്രസൻറ്റ് വിത്ത് ലോ COHP ലെവൽസ് കോറിലേറ്റ് വെൽ വിത്ത് മൈൽഡ് സിംറ്റംസ് ഓഫ് CO പോയ്സണിങ്. ഓക്കെ, അവർ പറയുന്നത് ഈ ലോ COHP ആണെങ്കിൽ മൈൽഡ് സിംറ്റംസാണ്. Okay, as to cases that register levels of 50 to 70%, which is generally fatal. ഓക്കെ, അപ്പോൾ മൈൽഡും ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ലെവൽ കോറിലേറ്റ് നല്ല രീതിയിൽ കോറിലേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹൗഎവർ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഷോ ലിറ്റിൽ കോറിലേഷൻ. ഇപ്പോൾ ഹൈയും ലോവും നല്ല കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് ലെവലൊക്കെ ആണെങ്കിൽ വലിയ കോറിലേഷൻ ഒന്നും കാണിക്കുന്നില്ല വിത്ത് സിംറ്റംസ് ഓർ വിത്ത് പ്രോഗ്നോസിസ്. വൺ തിങ് ദാറ്റ് ഇസ് സർട്ടൻ അബൌട്ട് COHP ലെവൽ ഇസ് ദാറ്റ്, അതായത് COHP ലെവലിനെ കുറിച്ച് ഒരു കാര്യം ഉറപ്പാണ്, ദാറ്റ് സ്മോക്കേഴ്സ് പ്രസൻറ്റ് വിത്ത് ഹയർ ലെവൽസ് ദാൻ ഡു നോൺ സ്മോക്കേഴ്സ്. അപ്പോൾ COHP ലെവൽസ് സ്മോക്കർമാരിൽ കൂടുതലാണ് നോൺ സ്മോക്കർമാരെക്കാട്ടിലും. ഓക്കെ, the COHP level in non-smokers is approximately 1 to 2%. In patients who smoke, a baseline level of nearly 5% is considered normal, although it can be as high as 13%. അപ്പം ഈ പറയുന്ന ബേസ്ലൈൻ ലെവലൊക്കെ 5% ആയിട്ട് നോർമൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് 13% വരെയൊക്കെ ആകാവുന്നത്. എന്നിട്ട് പറയുന്നു ഓൾദോ COHP കോൺസെൻട്രേഷൻ ബിറ്റ്വീൻ 11% ആൻഡ് 30% ക്യാൻ പ്രൊഡ്യൂസ് സിംറ്റംസ്. അപ്പോൾ COHP 11 തൊട്ട് 30 ഇടയ്ക്കാണെങ്കിൽ തന്നെ സിംറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ ദ പേഷ്യൻസ് സ്മോക്കിംഗ് സ്റ്റേറ്റസ്. അപ്പോൾ COHP ലെവലിനെ കുറിച്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ ഫെയിൽ ചെയ്യുന്നു എന്നല്ല പറയുന്നത്, അത് ശരിക്കും അത് യൂസ്ഫുൾ ആണ്, അത് ഡിറ്റക്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. 100% കോറിലേറ്റ് ചെയ്യുന്നു. കാരണം 11, 30 ഒക്കെ ഉള്ളപ്പം സിംറ്റംസും വരാൻ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. യു അണ്ടർസ്റ്റുഡ്? അപ്പം ഈ ബി ഓപ്ഷൻ നോക്കിയാൽ ദേ ആർ ജനറലി റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് CO പോയ്സണിങ്. യെസ്, അതായത് ഈ സാധനം ഒരു വളരെ വിശ്വസിക്കാൻ പറ്റിയ ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് CO പോയ്സണിങ്ങിൽ. മനസ്സിലായോ? ഇതുകൊണ്ടോ ഓപ്ഷൻ എന്ന് പറയുന്നത് ദേ കോറിലേറ്റ് വെരി വെൽ വിത്ത് എക്സ്ട്രീം ലെവൽസ് ഓഫ് CO പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിൻ്റെ കൂട്ടത്തിൽ കോറിലേറ്റ് ചെയ്യുന്നു. അതെന്നാണെങ്കിലും തെറ്റാണ്, കാരണം ലോ ലെവലിൻ്റെ കൂട്ടത്തിലും കോറിലേറ്റ് ചെയ്യുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദേ ആർ മോസ്റ്റ് യൂസ്ഫുൾ ഇൻ ഡിറ്റർമൈനിങ് ഇൻ്റർമീഡിയറ്റ് ലെവൽസ്. സോ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ കോറിലേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഡിയും പോയി. മനസ്സിലായോ? ഹലോ, മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ്, വൺ സച്ച് ഫാക്ടർ ഇൻ ദ സ്വിച്ച്. ഇത് ഈസി ക്വസ്റ്റ്യനാണ്. സി ആണോ സർ ആൻസർ?
ആ ഫസ്റ്റ് സെൻറ്റൻസ് തൊട്ട് വായിച്ച് നോക്കിയാൽ കിട്ടും. റിഗാർഡ്ലെസ് ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ യൂസ്ഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കെയർ. റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അതിൻ്റെ അർത്ഥം? ഏത് മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ യൂസ് ചെയ്താലും. ഓക്കെ, സെവറൽ അതർ വേരിയബിൾസ് മേക്സ് അസസിങ് ദ സിവിയറിറ്റി ഓഫ് CO പോയ്സണിങ് ഡിഫിക്കൾട്ട്. അപ്പോൾ അവർ പറയുന്നത് തന്നെ ഇങ്ങനെ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും പല വേരിയബിൾസ് ഇത് അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുന്നു എന്ന്. ഏത് CO പോയ്സണിങ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാക്കുന്നു. ലെങ്ത് ഓഫ് ടൈം സിൻസ് CO എക്സ്പോഷർ ഇസ് വൺ സച്ച് ഫാക്ടർ. ഇപ്പോൾ വേരിയബിൾ ദാറ്റ് മേക്ക് അസസിങ് ദ സിവിയറിറ്റി ഓഫ് പോയ്സണിങ് ഡിഫിക്കൾട്ട്, അതായത് ഇത് പോയ്സണിങ് ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം, അതിനെയാണ് ഈ വൺ സച്ച് ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലേ? ലെങ്ത് ഓഫ് ടൈം ആണോ സർ? ലെങ്ത് ഓഫ് അല്ലല്ല, ടൈം അത് അല്ലേ? ഒന്നും ഞാൻ പറയുന്നത്, അതായത് ഈ സാധനം ഡിഫിക്കൾട്ട്, അതായത് ഇവർ പറയുന്നത് എന്നാ, ഏത് മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും പല വേരിയബിൾസ് ഉണ്ട് ഇതിനെ ഡിഫിക്കൽട്ടി ആക്കുന്ന പല കാര്യങ്ങളുണ്ടെന്ന്. അതായത് ഇത് സിവിയറിറ്റി ഒക്കെ അസസ് ചെയ്യാൻ പറ്റുന്നത് ബുദ്ധിമുട്ടാക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, വൺ സച്ച് ഫാക്ടർ. ദ ലെങ്ത് ഓഫ് ടൈം എക്സ്പോഷർ ഇസ് വൺ സച്ച് ഫാക്ടർ. അതായത് എക്സ്പോഷർ തൊട്ട് ഉള്ള സമയം ഇങ്ങനെ ഡിഫിക്കൽട്ടാക്കുന്ന ഒരു ഫാക്ടറാണെന്ന്, അസസിങ് ഡിഫിക്കൽട്ടാക്കുന്ന ഒരു ഫാക്ടർ. വേരിയബിൾ ദാറ്റ് മേക്സ് അസസിങ് ഡിഫിക്കൽട്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. അല്ലേ? അപ്പം അതായത് ഈ സാധനം ഏത് മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും പല വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ പറയാം. ഏത് സിവിയറിറ്റി ഡിഫിക്കൽട്ടാക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ സിവിയറിറ്റി അസസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാക്കുന്നു, അതായത് സിവിയറിറ്റി അസസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്ന പല ഘടകങ്ങളുണ്ട്. ലെങ്ത് ഓഫ് ടൈം സിൻസ് എക്സ്പോഷർ ഇസ് വൺ സച്ച് ഫാക്ടർ. മനസ്സിലായോ? അപ്പം അവർ ആ വേരിയബിൾസ്, ആ വൺ സച്ച് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഡിഫിക്കൽട്ടി അല്ലേ പറയുന്നത്, അതാണ് ബി നോക്കിയേ, എ കോസ് ഓഫ് ഡിഫിക്കൽട്ടി. ഓപ്ഷൻ നമ്പർ ബി, എ കോസ് ഓഫ് ഡിഫിക്കൽട്ടി, അല്ലേ? അപ്പോൾ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എന്നാണെന്നറിയോ, ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ ഇഫ് യു സ്റ്റാർട്ട് റീഡിങ് ഫ്രം ദ പ്രീവിയസ് സെൻറ്റൻസ്, അല്ലേ? എന്നിട്ട് അവിടം വെച്ച് തന്നെ നമുക്ക്, കാരണം ഇസ് വൺ സച്ച് ഫാക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മേളിൽ പറഞ്ഞ എന്തിനോ പകരം വെച്ചാൽ വൺ സച്ച് ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദർ ഇസ് എ കണക്ഷൻ ടു സം വേർഡ് ദെയർ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കണക്ഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് വെച്ചാൽ യു ഹാവ് ടു റീഡ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു എന്നാ കെയർഫുൾ റീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇങ്ങനത്തെ ലെക്സിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഒരു വേർഡ് വന്നിട്ട് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റും പാർട്ട് സിക്കകത്ത്.